ഹായ്, എല്ലാവർക്കും നാടൻ രുചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സോയ വെച്ചിട്ടുള്ളൊരു കറിയാണ്. വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ട് നോൺ വെജ് കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സോയ കുറച്ച് നേരം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്ത് വയ്ക്കണം. പിന്നെ നമുക്കിതിന് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴട്ടിയെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഗോൾഡൻ കളറിലായി. അപ്പോൾ ആദ്യം നമുക്കത് ചെയ്യാം. ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് സവാള നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റി നന്നായിട്ട് നല്ല ഗോൾഡൻ ഈ കളറാവണം. ഈ കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് അരച്ചെടുക്കാം. ചൂടാറി കഴിയുമ്പോൾ നമുക്കത് അരച്ചെടുത്ത് വയ്ക്കാം. അതിനുശേഷം ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ മസാല, പൊടിക്കാത്ത മസാല ചേർത്ത് അതിനുശേഷം അതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചേർക്കാം. നമ്മൾ ജസ്റ്റ് ഒന്നത് വഴറ്റി കൊടുക്കണം. അതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം, ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് മുളക് പൊടി, ഞാൻ അല്പം കാശ്മീരി ചില്ലിയും ചേർത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് വഴറ്റാം. അതിലേക്ക് അല്പം മസാല, അത് ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, മീറ്റ് മസാല, അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. അതിലേക്ക് നമ്മൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റണം. അതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് അത് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, സവാള വറുത്ത, അത് നമ്മൾ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ സോയ ചേർക്കാം. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് വെള്ളം, നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിത് മൂടി വെച്ച് സോയ ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് തുറന്ന് നോക്കാം, ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക. അതിനുശേഷം മൂടി വയ്ക്കാം. സോയ വെന്ത് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് കുറുകി വരണം. ആ ഒരു പരിവാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം കുറുകിയൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ നമ്മുടെ ടേസ്റ്റിന് ഏതാണെന്ന് വെച്ചാൽ ചേർക്കാം. അല്പം കുരുമുളക് പൊടിയും കൂടി ചേർക്കാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്തിരിയും കൂടി ഒന്ന് വെള്ളമൊക്കെ കുറുകി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ എളുപ്പമാണ്. ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. റൈസിൻ്റെ കൂടെയോ, ചപ്പാത്തി, പൂരി, അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.